ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ ഉള്ളത് രാഖി മാഡമാണ്. രാഖി മാഡം നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാം ക്രാക്ക് ചെയ്തൊരു വ്യക്തിയാണ്. കൂടാതെ നമ്മുടെ വരാനും പോകുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിൻ്റെ ഒരു ആസ്പിരൻറ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഹയർ ലെവൽ എക്സാം അല്ലേ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലെയുള്ള ഒരു ഹയർ ലെവൽ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഒഴിവാക്കാവുന്ന 5 മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഏതൊക്കെ മിസ്റ്റേക്സ് നമ്മൾ ഒഴിവാക്കി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലെയുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ കൂടെ നോക്കാം. ആദ്യമായിട്ട് ഞാൻ മാഡത്തെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു സർ. ഓക്കെ, അപ്പം മാഡം കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയ ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതായത് നമ്മുടെ ഒരു സ്റ്റാഫ് നഴ്സ് എക്സാം ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം എഴുതിയ ഒരു വ്യക്തി കൂടെയാണ്. അപ്പം രണ്ട് എക്സാമും തമ്മിൽ എന്ത് ഒരു വ്യത്യാസമാണ് തോന്നിയത്? രണ്ട് എക്സാമും തന്നെ എനിക്ക് രണ്ട് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. DME DHS ആയാലും ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം ആയാലും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് DME DHS കുറച്ചുകൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എടുക്കുമ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ റാഷണലി ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം വേണ്ടതെന്നുള്ളതാണ് എനിക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു എക്സാം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു എക്സാം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ അറിഞ്ഞിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത്. അതൊരു ഹയർ ലെവലിലോട്ട് വേണം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരേണ്ടതായിട്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ബേസിക് പറ്റില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴായിരുന്നു ശരിക്കും പഠിച്ചു തുടങ്ങിയതൊക്കെ? ഞാൻ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു സർ പഠിച്ചു തുടങ്ങിയത്. അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്റ്റഡി എല്ലാം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻറ്ററപ്ഷൻസ് ഒക്കെ വന്നിട്ട് എനിക്ക് ആ ഒരു പ്ലാനിൽ നിന്ന് എനിക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷനായി. അപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കൊരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്റ്റഡി പ്ലാൻ, ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റഡി പ്ലാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഹറിബറിയായിട്ട് എനിക്ക് ഓട്ടിച്ചെല്ലാം വായിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മീൻസ് ഒരു ഫിനിഷിംഗ് പോയിന്റിലോട്ട് എനിക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. അതായത് ഒന്ന് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല എന്നല്ലേ? അതായത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ല, പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അല്ലേ, ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത് റിവിഷനൊക്കെ എങ്ങനെ? അതായത് റിവിഷനൊക്കെ പ്രോപ്പർ ടൈം ഉണ്ടായിരുന്നോ? റിവിഷൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? അതായത് എല്ലാ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരുന്നോ റിവിഷൻ, അതോ ഫ്രീക്വൻ്റ് ആയിട്ട് പീരിയോഡിക്കായിട്ട് റിവിഷൻ ചെയ്തായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സർ, ഞാനിപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് ഏർലി ഞാൻ തുടങ്ങിയെങ്കിലും പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ പഠിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഫുള്ളി സിലബസ് ഇൻഡെപ്തായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റിവിഷൻ ആയാലും എനിക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആക്ച്വലി എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം അല്ലെ? സ്റ്റഡി പ്ലാൻ വേണം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഏർലി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ റിവിഷനും കൊണ്ടുപോകണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ശരിക്കും നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലുള്ള ഒരു എക്സാം അല്ലേ? അപ്പോൾ ആ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നു, അപ്പം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. അപ്പം ആ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാവില്ല, ഒരു ഫേസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ശരിക്കും ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം എഴുതാമെന്ന് തീരുമാനിക്കാനുള്ളൊരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? MSc ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ഒരു ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുക, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക, ഒരു ടീച്ചിങ് ഒരു പാഷനായിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റ് തന്നെയാണ്. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെയും എനിക്കൊരു ഡ്രീം തോന്നിയത്, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകണം എന്നുള്ളൊരു ഡ്രീം തോന്നിയതും അത് തന്നെയായിരുന്നു. അതായത് ടീച്ചിങ് പ്രൊഫഷനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അത് തന്നെയായിരുന്നു. അപ്പോൾ ആക്ച്വലി നേരത്തെ പറഞ്ഞു, നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് ആ പേസിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആക്ച്വലി അങ്ങനെ ബാക്കിലേക്കൊന്ന് പിടിച്ച് വലിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു? അതായത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, പിന്നെ കുറേ നാൾ പഠിച്ചില്ല, പിന്നെ നെക്സ്റ്റ് ഫേസ് വന്നപ്പോൾ പിന്നെ അപ്പോൾ ഒന്ന് തുടങ്ങി. അപ്പോൾ ആക്ച്വലി അങ്ങനെ ബാക്കിലേക്ക് ഒന്ന് പിടിച്ച് വലിക്കുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിരുന്നു? അങ്ങനെ ഡീമോട്ടിവേഷൻസ് ഒക്കെ പല സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു മാരേജ് കഴിയുമ്പോൾ ഫാമിലി, അതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടാറില്ലായിരുന്നു.
അപ്പോൾ നമ്മളിപ്പോൾ വർക്കിംഗ് ആണ്, വർക്കിങ്ങിൻ്റെ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് കുറച്ച് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷൻ അത് കുറച്ചുകൂടെ അഫക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പതുക്കെ സ്റ്റഡീസിൽ നിന്നും കൂടെ അങ്ങ് വിഡ്രോ ആയി. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നിയൊരു പ്രോബ്ലമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ഹയർ പോസ്റ്റിലേക്ക് താല്പര്യപ്പെടുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എന്നെ കൊണ്ട് കഴിയുമോ അതോ എന്നെ കൊണ്ട് കഴിയില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഒരു പോസ്റ്റ് അതായത് നമ്മൾ പറയും ഒരു അപ്രോച്ച്, ഒരു അവോയ്ഡൻസ്, അതായത് എന്നെ കൊണ്ട് പറ്റുമോ, ഞാനിത് ചെയ്താൽ ശരിയാകുമോ, അതോ ഞാൻ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമും എൻ്റെ റിസോഴ്സസ് ഒക്കെ വേസ്റ്റ് ആണോ, അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടാകും. ആക്ച്വലി നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടാവും. എനിക്കിത് ഈ ഒരു എക്സാം എനിക്ക് ഉറപ്പായിട്ട് പാസ്സാകാൻ കഴിയും, അതിനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം വിശ്വസിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് അറിഞ്ഞിട്ട്, അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. ഞാൻ അതിന് ഏബിളാണ്, എനിക്ക് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കാം. പിന്നെ ഈ പറഞ്ഞ കുറവായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ അല്ലേ ചുറ്റും, നമുക്ക് ഒരുപാട് ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസൾട്ട് ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ നന്നായിട്ട് പഠിച്ചത്, അതായത് ഈ ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ റിസൾട്ടിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇന്റേണലൈസ് ചെയ്ത് നമ്മൾ ശരിക്കും കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പഠിക്കുക. അപ്പോൾ ആ രീതി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എക്സാം പാസ്സാകാവുന്ന ഒരു എക്സാമേ ഉള്ളൂ. എങ്ങനെയുള്ള, അതായത് ഒരു ആവറേജ് കുട്ടിയാണെങ്കിലും ഒരു ബിലോ ആവറേജ് കുട്ടിയാണെങ്കിലും ഈ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമേ ഉള്ളൂ. ഇത് വളരെ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് സാറ് പറഞ്ഞത്. ശരിക്കും നമുക്ക് അതിലോട്ട് എത്തിച്ചേരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സാറിപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ 9th റാങ്ക് മേടിച്ചല്ലോ. അപ്പോൾ സാറിന് ഇപ്പോൾ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് MSc വേണ്ടിയിട്ട്. അപ്പോൾ സാറിന് എന്തെങ്കിലും ഒരു അഡ്വൈസ്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡീമോട്ടിവേഷൻ നമ്മൾ മാറ്റിവെക്കാമെന്ന് പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും ഒരു അഡ്വൈസ് നമുക്ക് തരാനായിട്ട് പറ്റുമോ? ആക്ച്വലി അതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത് നമ്മുടെ ഒരു നീഡ് ഏതൊരു കാര്യത്തിനാണെങ്കിൽ നമുക്കൊരു ആവശ്യമാണ് അല്ലെ, നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു നീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം? അപ്പം മേ ബി അത് ചിലപ്പോൾ സോഷ്യൽ അക്സെപ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേയ്മെൻ്റ് ആയിരിക്കാം, ഈവൻ ഒരു മണി ആണെങ്കിൽ പോലും അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ അത് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു നീഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മളത് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഞാൻ 2026 വരുന്ന എക്സാം ഉറപ്പായിട്ട് പാസ്സാകും, ഉറപ്പായിട്ട് എനിക്കത് എഴുതാൻ കഴിയും, അതിനുള്ള എല്ലാ കഴിവും എനിക്കുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും എന്നുള്ള ഒരു മെൻ്റൽ സെറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആർക്കും ഇത് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം. അപ്പോൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. ബേസിക്കായിട്ട് നമുക്കൊരു സെൽഫ് മോട്ടിവേറ്റിംഗ് ആകണം. പിന്നെ അതിനുവേണ്ടി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രയത്നിക്കുക. ഓക്കെ, അപ്പം മോട്ടിവേഷനും കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊരു ലെവൽ ഓഫ് എക്സാം ആയാലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടന്റ് അല്ലെങ്കിൽ അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ? ഇല്ല സർ, വളരെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ടൈമും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് തന്നെ നോട്ട്സ് പ്രിപ്പറേഷനൊന്നും നടന്നിട്ടില്ല. ഒരു പ്രോപ്പർ ഗൈഡൻസിൻ്റെ കുറവും ഉണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഇതുപോലുള്ളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് റെഫറൻസ് വേണം എന്നാണ് പറയുക. അതായത് ഒരു പുസ്തകത്തിന് മാത്രം റിലേ ചെയ്യാതെ ഒന്നിൽ കൂടുതൽ പുസ്തകം, ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും പല പുസ്തകത്തിൽ നിന്ന് റെഫർ ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് അത് ആക്ച്വലി നമ്മളൊരു ക്യാപ്സ്യൂൾ ഫോം ആക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞല്ലോ ഈ റിവിഷൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിവിഷൻ വേണ്ടി വരും, അതുകൂടാതെ ലാസ്റ്റ് ഒരു ഫൈനൽ ലാപ്പ് റിവിഷനും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ നല്ല മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് യൂസ് ചെയ്യാം. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മളെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. അതുകൂടാതെ തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ എജൂസ് അക്കാഡമിയിൽ നിന്ന് എന്തൊക്കെ എനിക്ക് പ്രതീക്ഷിക്കാം? ഏതൊക്കെ വേ ഓഫ് ടീച്ചിങ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരു ഗൈഡൻസ് എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയാമോ? ആക്ച്വലി അത് ഞാൻ പറഞ്ഞില്ല, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു ടോക്ക് ഉണ്ട്. അതായത് യു ഷുഡ് സ്റ്റഡി സംതിങ് യു ഷുഡ് സ്റ്റഡി ഫ്രം ദ എക്സ്പെർട്ട്. അതായത് നമ്മൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും അത് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ടോക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒന്ന് എക്സാം പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് നമ്മൾ സാധാരണ പറയുന്നത് ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനറിൻ്റെ നമ്മുടെ
നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അറിഞ്ഞ് നമ്മൾ പഠിക്കുക എന്ന് പറയാറുണ്ട്. അതായത് ഏത് രീതിയിൽ ഇപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു എക്സാം പേപ്പറും എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ ഏരിയാസ് ഉണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ്. മിക്കവാറും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അതേപടി റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയില്ല. വളരെ കുറച്ച് ചുരുക്കം ക്വസ്റ്റ്യൻസ് മാത്രമേ റിപ്പീറ്റ് ചെയ്ത്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിനായാലും എൻ്റർലി ഡിഫറെന്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അതായത് ഇപ്പം സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അതേപടി റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ആ ഏരിയാസിൽ നിന്ന്, അതുകൂടാതെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ആ രീതിയിൽ പക്ഷേ നമ്മുടെ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ രീതിയിൽ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്തിട്ടുള്ള പഠനം, അതുകൂടാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കവർ ചെയ്തിട്ട്. ആക്ച്വലി സിലബസ് കവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുക അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കവർ ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ കൊണ്ടുപോവുക. അത് ആക്ച്വലി ഈ റിവൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്നുണ്ടോ, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിനുള്ള മെന്റർ സപ്പോർട്ട് നൽകുക, പീരിയോഡിക് ആയിട്ടുള്ള എക്സാംസ് നടത്തുക. സോ ഈ രീതിയിലുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വരുന്ന എക്സാമിനായിട്ട് അവലംബിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ എന്തായാലും കാണുമല്ലോ അല്ലേ എജൂസ് അക്കാഡമിയോടൊപ്പം? ഓക്കെ, അപ്പോൾ സാറിൻ്റെ വലിയൊരു എക്സ്പേർട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഗൈഡൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സാർ. ആക്ച്വലി നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മുടെ ഓഡിയൻസിനോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്, ഒന്ന് സ്റ്റാർട്ട് ഏർലി, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അത് ജസ്റ്റ് ചെയ്തു തുടങ്ങിയാൽ മാത്രം പോരാ, നമ്മൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക. അതായത് രണ്ടാമത്തെ പോയിന്റ് പറയാൻ ഉദ്ദേശിച്ചത് കൺസിസ്റ്റൻസി. അതായത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ് പലപ്പോഴും നമ്മൾ എക്സാമിനൊക്കെ ഫെയിൽ ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മോട്ടിവേഷൻ, അതായത് ടൈംലി മോട്ടിവേഷൻ. ആക്ച്വലി നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു റീചാർജ് പോലെയാണ്. അതായത് ഒരു പ്രാവശ്യം ഒന്ന് മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡീമോട്ടിവേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. അപ്പം മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ് നെക്സ്റ്റ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി സപ്പോർട്ട് ഇല്ലാത്തതാണ്. അപ്പം ഈ ഇതെല്ലാം അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് ഒക്കെ ഈ എല്ലാ മിസ്റ്റേക്സും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും, നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഫോളോ ചെയ്യുക. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സ്, അതുകൂടാതെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തരുന്നതായിരിക്കും. നമ്മളോടൊപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത രാഖി മാഡത്തിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്.